ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ICICI ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം. നമുക്കെന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ICICI ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്, മന്ത്, ഇയർ അത് എഴുതിയതിന് ശേഷം ബാക്കി പറയാം. അങ്ങനെ നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 23/5/2026 വർഷം. നമ്മൾ ഡേറ്റ് എഴുതി നേരത്തെ കൊടുക്കുകയാണെങ്കിൽ 3 മാസം വരെയാണ് വാലിഡിറ്റി. അത് കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ലീഫും കാര്യങ്ങളും അസാധുവാകുന്നതാണ്. നമുക്ക് വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡേറ്റ് എഴുതാതാണ് മിക്കുള്ളവരും കൊടുക്കുന്നത്. ഡേറ്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ 3 മാസം വരെയാണ് വാലിഡിറ്റി ഉള്ളത്. പേ എന്നുള്ളൊരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഉള്ളത്. അവിടെ നമ്മളാണ് പോകുന്നതെങ്കിൽ സെൽഫ് എന്നും, വേറൊരാളാണ് പോകുന്നത് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വേറൊരാൾക്കാണ് കാശ് കൊടുക്കുക എന്നുള്ള അവരുടെ പേരിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അവരുടെ പേരുമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എഴുതിയതിന് ശേഷം പറയാം. ഞാനിപ്പം സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ തന്നെയാണ് ക്യാഷ് എടുക്കാൻ പോകുന്നത് കൊണ്ടാണ് സെൽഫ് എന്ന് എഴുതിയത്. ഇപ്പം വേറൊരാളാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ അവരുടെ പേര് എഴുതിയതിന് ശേഷം പറയാം. ഇപ്പം വേറൊരാൾക്കാണ് ഞാൻ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേര് നീൽ എ എന്നാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഞാൻ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേര് എഴുതിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ഇനി റുപ്പീസ് എന്നുള്ളതാണ്. ഈ റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ അക്ഷരത്തിൽ എഴുതണം കേട്ടോ. എത്ര രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ളതെന്നുള്ളത് ഇനി നമ്മൾ എഴുതിയതിന് ശേഷം കാണാം. എനിക്കിപ്പം 5 lakhs ആണ് എടുക്കാനുള്ളത്. അത് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ 5 lakhs ഉള്ളി. എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അടുപ്പിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ മിസ്യൂസ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസാണ്. ബാക്കി വരുന്ന സ്ഥലമെല്ലാം നമ്മൾ ഇതേപോലെ ഡോട്ട് ഇട്ട് പൂർത്തീകരിക്കണം. അത് വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെയാണ് നമുക്ക് എഴുതാനുള്ളത്. അത് നമ്മൾ അക്കത്തിലാണ് എഴുതാനുള്ളത്. ഈ എമൗണ്ട് തന്നെ ഇതിൻ്റെ അക്കത്തിലോട്ട് എഴുതണം. നമുക്ക് എഴുതിയതിന് ശേഷം കാണാം. അങ്ങനെ 5 ലക്ഷം അക്കത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി വരുന്ന സ്പേസേ നമ്മൾ അതേപോലെ വരച്ചിട്ടിട്ടുണ്ട്. വേറൊരു മിസ്യൂസ് ഉണ്ടാവാതിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക് പോയാലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് എമൗണ്ട് എഴുതിയെടുത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് മാറാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള വഴികൾ വായിച്ചിടാൻ പറയുന്നത്. നമ്മൾ എത്ര രൂപയാണോ ബാങ്കിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ടാണ് ഇവിടെ അക്ഷരത്തിൽ നമ്മൾ എഴുതാനുള്ളത്. ഇവിടെ 5 ലക്ഷമാണ് ഞാൻ എഴുതി കൊടുത്തത്, അപ്പോൾ 5 ലക്ഷം എഴുതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ഉള്ളത് അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ബാക്കി വന്ന സ്ഥലം ഞാൻ മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വരച്ചിട്ടിട്ടുണ്ട്. ഇതേപോലെ അടുപ്പിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു 90% നമ്മൾ ICICI ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒപ്പിടലാണ്. ഇനി നമുക്കൊന്ന് ഒപ്പിട്ടതിന് ശേഷം പറയാം. അങ്ങനെ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാങ്ക് അക്കൗണ്ടിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ആ ഒപ്പ് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നീട് ഫോമും കാര്യങ്ങളൊക്കെ മേടിച്ച് ഒപ്പും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ആരുടെ അക്കൗണ്ടാണോ അവരാണ് ഇവിടെ ഒപ്പിടേണ്ടത്. ഇനി ഇതിൻ്റെ നമ്മുടെ ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം ബാക്കി പറയാം. നമ്മളാണ് ബാങ്കിൽ പോകുന്നതെങ്കിൽ നമ്മുടെ പേര്, ഫോൺ നമ്പർ ഒപ്പിട്ടാൽ മതി. വേറൊരാളാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതെങ്കിൽ അവർക്ക് അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ മാറ്റണമെങ്കിൽ ബെനിഫിഷ്യറി അവരുടെ അക്കൗണ്ടിൻ്റെ നമ്പർ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ ബെനിഫിഷ്യറി നെയിം, അവരുടെ പേര്, അവരുടെ മൊബൈൽ നമ്പറാണ് എഴുതേണ്ടത്. നമുക്കത് എഴുതിയതിന് ശേഷം കാണാം. ഇതിപ്പം ബെനിഫിഷ്യറി ഞാൻ വേറൊരാൾക്കാണ് കൊടുത്തിരുത്തെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ. ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിൽ എൻ്റെ പേര്, എൻ്റെ ഒപ്പ്, എൻ്റെ ഫോൺ നമ്പർ. ഇങ്ങനെയാണ് നമ്മുടെ ICICI ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ICICI ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യം 100% മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ നമ്മളെ കോൺടാക്ട് ചെയ്തോ, നമ്മൾ 100% ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നുള്ള പറയാൻ ഒരു ചെറിയ ബ്രേക്ക്. പിന്നീട് ഇതുവരെ നമുക്ക് ഒരു സബ് പോലും ആയിട്ടില്ല, അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും ആരെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയ വീഡിയോ വരുന്ന വരെ ബൈ.